ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു വളരെ ചെറിയൊരു ടോയ്ലറ്റാണ്. അപ്പോൾ ഈ ടോയ്ലറ്റിൽ നമുക്കൊരു യൂറോപ്യൻ ക്ലോസറ്റ്, ഒരു ഹെൽത്ത് ബാസ്ക്കറ്റ് ലൈൻ, ഒരു ടാപ്പ്, പിന്നെ ഒരു വേസ്റ്റ് വെള്ളം പോകാനായിട്ട് ഒരു മൾട്ടി ഫ്ലോ ട്രാപ്പ്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഫ്ലോ ട്രാപ്പ്. ഫ്ലോ ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളം, ഫ്ലോറിൽ വീഴുന്ന വേസ്റ്റ് വെള്ളം എല്ലാം പോകുന്നതിന് കയറ്റി ഒരു ട്രാപ്പ് വയ്ക്കാറുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഗ്രേറ്റിങ്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വെക്കേണ്ട ഒരു മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ, അതായത് ചുമരിൻ്റെ രണ്ട് വശങ്ങളിൽ നിന്ന് 4 ഇഞ്ച് അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ, രണ്ട് വശങ്ങളിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ വീതം വിട്ടതിന് ശേഷമാണ് നമ്മളിത് വയ്ക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു 2 ഇഞ്ച് പൈപ്പ് പോകാൻ കണക്കിനായിട്ട് ഒരു ഹോൾ അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാട്ടർ ലൈനായിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്ലഷിൻ്റെ ഒരു ലൈന്, ഹെൽത്ത് ബാസ്ക്കറ്റ്, ഒരു ടാപ്പ് എന്ന് പറയുമ്പോൾ 90 സെൻറ്റിയിലും, ഹെൽത്ത് ബാസ്ക്കറ്റ് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് ഒരു 40 സെൻറ്റിമീറ്ററിലും, ഫ്ലഷിൻ്റെ ലൈന് വന്നിട്ട് ഏകദേശം ഒരു 60 സെൻറ്റിമീറ്ററിൽ വരുമ്പോൾ കറക്റ്റ് 2 അടി കണക്ഷനിൽ കറക്റ്റായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ വളരെ ചെറിയൊരു ബാത്റൂമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സാധാരണക്കാരന് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് പോകാൻ കണക്കിനാണ് ഇത് അടിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു ഫ്ലഷിൻ്റെ ലൈനും ഇവിടെ ഒരു എൽബോ ഇട്ടതിന് ശേഷം ഇവിടെ നേരെ ഒരു ടാപ്പ് പോയിന്റ് ഫിനിഷിംഗ് ലെവൽ വരുമ്പോൾ ഒരു 85 സെൻറ്റിമീറ്റർ കിട്ടുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതായത് ഈ കോൺക്രീറ്റ് ലെവലിൽ നിന്ന് ഒരു 90 സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഒരു 85 സെൻറ്റിമീറ്റർ കിട്ടുന്നതായിരിക്കും. ഈ ഭാഗത്തായിട്ട് ഒരു ഹെൽത്ത് വാസിൻ്റെ ലൈനും ഉണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പ് ഇടാൻ കയറൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലോട്ട് ഒരു ഹോൾ അടിക്കുക, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് വെളിയിലോട്ടൊരു ഹോൾ അടിക്കുക. ആ ഹോളിൽ നിന്ന് എൽബോയും ടീയും ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈൻ ചെയ്ത് പോകാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ലൈൻ ചെയ്ത് പോകും. ഇത്തരത്തിലുള്ള ബാത്റൂമിൽ വളരെ ഈസി ആയിട്ട് സാധാരണക്കാരന് ചെയ്തു പോകുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ ടോയ്ലറ്റിനുള്ളിലെ വാട്ടർ ലൈനുകളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് ടാപ്പ് പോയിന്റ്, ഹെൽത്ത് വാസിൽ പോയിന്റ്, ഫ്ലഷ് ലൈൻ. അപ്പോൾ ഇത് 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഡ്രൈനേജിൻ്റെ, അതായത് ക്ലോസർ ലൈനാണ് ചെയ്യേണ്ടത്. ക്ലോസർ ലൈൻ 4 പൈപ്പാണ്. 4 പൈപ്പിൻ്റെ ഒരു എൽബോയിൽ 2 പൈപ്പ് പീസുകളുമാണ് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുമരിൽ നിന്നൊരു 16 ഇഞ്ച് മാറ്റിയാണ് അടിച്ചിരിക്കുന്നത്. അതായത് ഈ പൈപ്പിൻ്റെ ഈ ചുമരുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു 9.5 ഇഞ്ചാണ് ഇതിലൊരു ഡിസ്റ്റൻസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പൈപ്പിൻ്റെ ലൈനുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താത്താണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 ഇഞ്ചോളം താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു ഫിനിഷിംഗ് ലെവലിൽ നിന്ന് മാക്സിമം ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചിനകത്തേ ആവാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രായമായവരൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമുക്കിത് മാക്സിമം മണ്ണിട്ട് ഒഴിച്ച് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ല ടൈറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി നമ്മൾ മണ്ണിട്ട് ഒഴിറ്റിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.